നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അനുവാദമോ പരിശോധനയോ കൂടാതെ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാനാവില്ല എന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം നടന്ന കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ വെടിവെപ്പുണ്ടായി. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് അക്രമി തോക്കുമായി അകത്ത് കടന്ന് വെടിയുതിർത്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും അടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി മാറ്റി. പക്ഷേ അമേരിക്ക എന്ന രാജ്യത്തിന് അതുണ്ടാക്കിയ നാണക്കേട് അത്രമേൽ വലുതാണ്. ഇത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ട്രംപിന് നേരെയുള്ള വധശ്രമമായിരുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇത് അങ്ങനെയല്ല. വധശ്രമം ട്രംപ് തന്നെ ആസൂത്രണം ചെയ്ത നാടകം ആയിരുന്നോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും ട്രംപിന് നേരെ സമാനമായ വധശ്രമം ഉണ്ടായിരുന്നു. ട്രംപിന് നേരെ വലിയ വിമർശനങ്ങൾ ആഭ്യന്തരമായി ഉയരുന്ന ഘട്ടത്തിലായിരുന്നു ഇതെന്നോർക്കണം. വൈറ്റ് ഹൗസിൽ വിരുന്ന് നടക്കുന്ന ഹാളിനടുത്ത് വരെ അക്രമിക്ക് അനായാസം കടന്നു വരാനായി. തോക്കുമായിട്ടാണ് കടന്നു വന്നത്. അക്രമി വെടിയുതിർക്കുകയും ചെയ്തു. പക്ഷേ ട്രംപും വാൻസും അടക്കമുള്ളവർ സുരക്ഷിതമായി രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അക്രമത്തിന് തൊട്ടു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം രക്ഷപ്പെടുത്തുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ്. വാൻസിനെ മുറിക്ക് പുറത്ത് സുരക്ഷിതമായി എത്തിച്ച ശേഷമാണ് ട്രംപിനെയും ഭാര്യ മെലാനിയ ട്രംപിനെയും മുറിക്ക് പുറത്തെത്തിക്കുന്നത്. അപകടമുണ്ടായാൽ ആദ്യം രക്ഷിക്കേണ്ട പ്രസിഡന്റിനെ രക്ഷിക്കുന്നത് വൈസ് പ്രസിഡന്റിനെ സുരക്ഷിതമാക്കിയ ശേഷമാണ്. ആകെ കൂടി സംശയത്തിൻ്റെ നിരവധി കാരണങ്ങൾ ഇട്ടുതരുന്നതാണ് ഈ സംഭവങ്ങൾ ഒക്കെയും. ചിലപ്പോൾ ഇതൊക്കെ വെറും സംശയങ്ങൾ മാത്രമാകും. പക്ഷേ മറിച്ചു ചിന്തിക്കാനും കാരണങ്ങളുണ്ട്. ട്രംപിന് നേരെ നടന്നത് വധശ്രമമോ നാടകമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങെന്നൊക്കെ പറയുമ്പോൾ, അതും വൈറ്റ് ഹൗസിൽ അതീവ സുരക്ഷ എന്ന് പറഞ്ഞാൽ, സാധാരണ ഇതിലൊരു ആലങ്കാരികമായി പറഞ്ഞാൽ ഈച്ച പോലും അനുവാദമില്ലാതെ അകത്ത് കടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. ഇത് ഒരു ശരിക്കും അങ്ങനെ അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന ഒരാൾ പോയതായിരിക്കുമോ, അതോ ട്രംപിൻ്റെ ഒരു നാടകമായിരിക്കുമോ? എന്താണ് താങ്കളുടെ ഒരു ഊഹം? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഇത് ഒരു 1ാം ക്ലാസ് നാടകമാണ്. അത് അഭിനേതാക്കളൊക്കെ അവർ തന്നെയാണ്. അത് വളരെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് അതല്ലെങ്കിൽ അവിടെ വെടിവെപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മേൽപ്പറഞ്ഞ കക്ഷിയൊക്കെ അവിടെ എപ്പോഴോ പോകുമല്ലോ. അതൊന്നും പോയിട്ടില്ലല്ലോ. ഒരാളവിടെ കവുന്നിടക്കുന്നുണ്ട്, അയാളവിടെ വെടിവെച്ച ആളാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അത് നാടകത്തിലൊരു നടനാണ്. പിന്നെ താങ്കൾ പറയുന്നത് അതങ്ങനെ വെടിവെച്ചൊന്നും അല്ല, ഒരു നടനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാണെന്നാണോ? അതന്നെയാണ് സാറേ. അല്ലെങ്കിൽ അയാളെ എപ്പോഴോ തീരൂലേ. ശരി, ഓക്കെ. എന്നാലും താങ്കളെപ്പോലെ സംശയമുള്ള പല ആളുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. നമുക്കറിയില്ല അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ച്. എന്തായാലും ശ്രീമതി മറിയാമ്മയാണ്, കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി മറിയാമ്മ, താങ്കൾ ആദ്യമായിട്ടാണോ അതോ നേരത്തെ ഒക്കെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണോ? ഞാൻ വിളിച്ചിട്ടുണ്ട്, പലതവണ വിളിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. സ്ഥിരമായി പൊതുവേദി കാണുന്ന ആളാണോ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ ലോക രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് ഏറ്റവും സുരക്ഷയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഒരു വിരുന്ന് നടത്തുമ്പോൾ വൈറ്റ് ഹൗസിൽ അക്രമി കടന്നു കയറുന്നു, അവിടെ വെടിയുതിർക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണോ അതോ ഇനി അത് നാടകമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിൽ വല്ല വാസ്തവം കാണാൻ സാധ്യതയുണ്ടോ? ഇതൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ സുരക്ഷയുണ്ട്. എന്നിട്ട് കേരള മുഖ്യമന്ത്രിക്ക് പോലും അടുത്തേക്ക് പോലും ഇങ്ങനെ ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു വധശ്രമത്തിന് ഒരാൾ ചെന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അത് അപ്പോൾ എന്താണ്, ശരിക്കും നാടകമാണോ, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നാണ് എനിക്കും സംശയം തോന്നിയത്. അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ ഒരു അക്രമിക്ക് തോക്കുമായി കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് എങ്ങനെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കയറി ചെന്ന് വെടിവെപ്പ് നടത്താൻ പറ്റുന്നു? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല.
പക്ഷെ ഇത് നടന്ന ആളുകൾ സംശയം പറയാൻ ഒരു കാരണം ഈ ഇറാനിലൊക്കെ യുദ്ധത്തിന് പോയി ആകെ അമേരിക്കക്കാർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ വല്ല സ്ഥലത്തും പോയി നമ്മുടെ പണമൊക്കെ ഇല്ലാതെയാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അനാവശ്യമായ ഇടപെടലല്ലേ എന്നുള്ള ആഭ്യന്തരമായ വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഘട്ടത്തിലാണ് ഇതുണ്ടാവുന്നത്. അതുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം ഉണ്ടാവും. ഈ ട്രംപിനെ വധിക്കാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീമതി മറിയാമ്മയാണ് പ്രതികരിച്ചത്. സിദ്ധനാണ് ആലപ്പുഴയിൽ നിന്ന്. സിദ്ധൻ, താങ്കൾക്ക് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിക്കും ഉണ്ടായതായിരിക്കുമോ അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ചില നാടകങ്ങൾ കാണുമോ? നമസ്കാരം സാർ. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നാടകമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ അന്ന് ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ആഭ്യന്തരമായിട്ട് ട്രംപിനെതിരെ നല്ലൊരു വികാരം അമേരിക്കയിൽ തന്നെ ഉണ്ട്. കാരണം ലോകത്തിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ടിരിക്കുന്ന, അമേരിക്കയിലെ തന്നെ സാമ്പത്തിക അവസ്ഥ തകർത്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ ആ രാജ്യത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അല്ലാതെ നാടകമായിട്ട് അത് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ഭാവമൊന്നുമായിട്ട് തോന്നുന്നില്ല. ഇത് അമേരിക്കയിലെ ജനത്തിന്റെ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സിദ്ധൻ, അതിനകത്തൊരു ചെറിയ സംശയം. ഈ സാധാരണഗതിയിൽ അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളുടെ രീതി അനുസരിച്ച് അവരുടെ സീക്രട്ട് ഏജന്റൊക്കെ ഏറ്റവും ആദ്യം സുരക്ഷിതമാക്കുന്ന അവരുടെ പ്രസിഡന്റിനെയാണ്. ചില അമേരിക്കൻ പ്രസിഡന്റ് നേരെ ഒരാക്രമണം, ഇപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് രാജ്യത്തിന് നേരെ നടന്ന ആക്രമണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസിഡന്റ് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് അമേരിക്കയ്ക്ക് ആകെ നാണക്കേടാണ്. അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് താനും, അത്ര ഒരു ചരിത്രത്തിൽ അത്ര ഒരു നാണക്കേടിന്റെ പാരമ്പര്യം ഉണ്ട് താനും. അപ്പോൾ അവിടെ ആദ്യം പക്ഷേ നമ്മൾ കാണുന്ന സീനിലൊക്കെ JD വാൻസിനെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച ശേഷമാണ് ഈ ട്രംപിനെയൊക്കെ രക്ഷപ്പെടുത്തുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കെന്നഡീനെയൊക്കെ വെടിവെച്ച് കൊന്ന ഒരു രാജ്യമാണ്. കാരണം ഭരണാധികാരികളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ആഭ്യന്തര വിഷയങ്ങൾ, രൂക്ഷമായിട്ടും പ്രതിസന്ധികൾ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇത് നാടകമായിട്ട് തോന്നുന്നില്ല. അവരുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന്റെ വീഴ്ച തന്നെയാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഒരു പരിധിവരെ ഇനി അവിടുത്തെ ആഭ്യന്തര ഇതിനുള്ളിൽ തന്നെ ഉള്ളവർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രമേശാണ് പാലക്കാട് നിന്ന്. ശ്രീ രമേശ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഇവർ പറയുന്നതൊക്കെ അപ്പടി വിഴുങ്ങാൻ കഴിയുന്ന ഒന്നാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇതിൽ ഉണ്ടാവുമോ? ഇതിലെന്തായാലും നാടകമായിട്ട് എനിക്ക് കരുതുന്നില്ല. കാരണം പറഞ്ഞാൽ അവിടെ അമേരിക്ക വലിയൊരു രാജ്യമാണല്ലോ, നല്ല സ്കില്ലഡ് ആയിട്ടുള്ള ക്രിമിനൽസ് ഉള്ള രാജ്യം കൂടിയാണ്. അപ്പോ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നാടകമല്ല, അങ്ങനെ സ്കില്ലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ശ്രീ മുഹമ്മദാണ് മൂവാറ്റുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നാടകമാണോ അതോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യത, അത് എവിടെയാലും ഉണ്ട് അങ്ങനെയൊക്കെ സുരക്ഷാ വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യത, അതിൽ ഏതാണ് താങ്കൾക്ക് ഒരു കൂടുതൽ ലോജിക്കലായി തോന്നുന്നത്? ഇത് പറഞ്ഞോളൂ ശ്രീ മുഹമ്മദ്. ഇത് ശരിക്കും ഒരു നാടകമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതിപ്പോ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലെ പരാജയം മറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ ഒരു നാടകമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. താങ്കൾ പറഞ്ഞോളൂ. ശരി, ശ്രീ മുഹമ്മദാണ് പ്രതികരിച്ചത്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കളിങ്ങനെ സ്ഥിരമായി ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ആകെ ഓക്കെ, അതറിയാം, മൂന്നാം തവണയാണ്. അന്നെന്താണ്ടായത്, അദ്ദേഹത്തിന്റെ ചെവിയുടെ അടുത്ത് കൂടി ഒരു ബുള്ളറ്റ് പോയില്ല, ഒരു മേൽക്കൂരയുടെ മുകളിൽ നിന്നിട്ട് ഒരു തമ്പടി വെച്ചിട്ട് അത് ആളെ പിടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ സെക്യൂരിറ്റിയെ പറ്റിയൊന്നും പറയണ്ട. കാരണം ഇത്ര ജനങ്ങള് ഇത് അഭിസംബോധന ചെയ്യണമെങ്കിലും ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇവിടെ നമ്മുടെ അടുത്ത് തേവരയിൽ വന്ന് റോട്ടിൽ കൂടിയൊക്കെ ഇറങ്ങി നടന്നിട്ടില്ല. ഇത് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഉണ്ടായതിനൊക്കെ ചിലപ്പോൾ എത്ര സുരക്ഷ ഉണ്ടായാലും ഉണ്ടാവാം. ഇത് വൈറ്റ് ഹൗസിനുള്ളിലാണ് സംഭവം നടക്കുന്നത്. അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പങ്കെടുക്കുന്ന ഡിന്നറാണ്. അവിടെ വരുന്ന ഓരോരുത്തരെയും സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അകത്ത് കയറ്റി വിടുന്നതൊക്കെ സംഭവം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സുരക്ഷ ഉണ്ടെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ മറയ്ക്കാൻ പഠിച്ച ഒരു ക്രിമിനലിനും ഇവർക്കൊക്കെ പറ്റും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ ഒരു ശേഷമുള്ള ഒരാൾ സ്വന്തം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അടുത്ത് നിന്ന് തന്നെയല്ലേ പറയുമ്പോ വെറും ഡമ്മി ബുള്ളറ്റുകളെ ഉപയോഗിക്കാവൂ ഗാർഡ് ഓഫ് ഓണറിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് നമുക്ക് ഇത് ടു പ്രിമച്വർ, വളരെ അപക്വമാണ് നമ്മളിപ്പം പറയുന്ന നാടകമാണോ അല്ലയോ എന്നൊക്കെ.
കാരണം ആ മേൽക്കൂരയിൽ ഇരിക്കുന്നവന്റെ ഒരു ഒരു 2 ഇഞ്ച് ഇങ്ങോട്ടുമായി പോയിരുന്നെങ്കിൽ ട്രംപിന്റെ തലയിൽ തന്നെ കൊള്ളുമായിരുന്നു. അന്ന് നേരിട്ട് നിങ്ങൾ ലൈവായിട്ട് കാണിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അല്ല, അന്ന് അത് അങ്ങനെയാണ്, അതിന്റെയൊക്കെ വിഷ്വലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതും ഇതുമായി നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയുമോ? അല്ല, അങ്ങോട്ട് ആഭ്യന്തരമായിട്ട് കുറെ പേർക്ക് എതിർപ്പുണ്ട്. കാരണം അവിടുത്തെ ആർമിയിൽ തന്നെ അവിടുത്തെ നിർബന്ധിത സൈനിക സേവനം എന്ന് പറഞ്ഞിട്ടൊന്ന്, ഇവിടെ എങ്ങനെയല്ല, സൈനികത്തിൽ റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ പോലീസൊക്കെ പാടുപെടുകയാണ്. എന്തെങ്കിലും തൊഴിൽ കിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട്. ഇത് നിർബന്ധിത സൈനിക സേവനം എന്ന് പറഞ്ഞ് വിയറ്റ്നാമിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇപ്പൊ പറഞ്ഞ ഇറാനിലേക്കോ പോയി കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ യുവാക്കളിൽ നല്ലൊരു എതിർപ്പ് ഇദ്ദേഹത്തിനുണ്ടത്. അപ്പൊ ആരെങ്കിലും പറഞ്ഞു വിട്ടാനും മതി. നാടകമാണെന്ന് എനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുഗതനാണ് ചേപ്പാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുഗതൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ചടങ്ങൊക്കെ നടക്കുന്ന, ഒരു ഡിന്നർ നടക്കുന്ന ഒരു ഹോട്ടൽ, അത് അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി എല്ലാവിധ പരിശോധനകളും ആഴ്ചകൾക്ക് മുമ്പേ ഒക്കെ നടത്താണ്, മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയാണ്. അവിടെയാണ് ഒരു അക്രമി കടന്നു കയറുന്നതും അവിടെ അദ്ദേഹത്തിന് വെടിയുതിർക്കുന്നതും ഒക്കെ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതെ, ഇത് ആദ്യത്തെ അറ്റംപ്റ്റില് 2 പേര് മരിച്ചിരുന്നു. അത് ട്രംപ് രക്ഷപ്പെട്ടെങ്കിലും ഇടയ്ക്ക് അവിടെ അസംബ്ലി ചെയ്യുന്ന 2 പേര് മരിച്ചിരുന്നു. അപ്പൊ ഇതൊരു സ്റ്റേജ് മാനേജ് കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞോളൂ. പിന്നെ ഈ വൈസ് പ്രസിഡന്റിനെ ആദ്യം കൊണ്ടുപോയി എന്നുള്ളത് അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടില്ല. ഞാൻ ഈ ന്യൂയോർക്ക് ടൈംസ് വായിക്കുന്ന ആളാണ്. ശ്രീ സുഗതൻ, നമ്മളുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ ആദ്യം അവർ JD വാൻസിനെ പെട്ടെന്ന് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വരുന്നു. JD വാൻസിൻ്റെ അതിൻ്റെ ഉടുപ്പിൽ പിടിച്ച് തന്നെയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ നീക്കുകയാണ്. അദ്ദേഹത്തെ മുറിക്ക് പുറത്തെത്തിച്ച ശേഷമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, ട്രംപിനും ഭാര്യ മെലാനിക്കും അടുത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ വരുന്നതും അവരെ നീക്കുന്നതും ഇടയ്ക്ക് ട്രംപ് വീഴുന്നതും എഴിഞ്ഞു പോകുന്നതും ഒക്കെ കാണാം. ഓക്കെ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അതാണ് അങ്ങനെ പറഞ്ഞത്. ആ വിഷ്വൽസ് ആണ് ഇപ്പോൾ താങ്കൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാണുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായതായിരിക്കും, ചിലപ്പോൾ 2 പേരുടെയും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരാണല്ലോ, അയാൾ ചിലപ്പോൾ ആദ്യം ആക്ട് ചെയ്തതായിരിക്കും. നമുക്ക് അറിയാനൊന്നും പറ്റില്ല, അതിനകത്ത് അങ്ങനെ തെറ്റുണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനാണ് ഒന്നാമത്തെ പരിഗണന ആ രാജ്യം കൊടുക്കുക. ഈ ബോൾ റൂമിലേക്ക് ഈ അക്രമിക്ക് വരാൻ പറ്റില്ല, അതിന് മുമ്പ് അയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക്. അതെ, പക്ഷെ ആ ഹോട്ടലിൽ, ഹിൽട്ടൺ ഹോട്ടലിൽ ആ അക്രമി ഉണ്ടായിരുന്നു. ആ അക്രമിക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഈ സാധാരണഗതിയിൽ ഒരു ഹോട്ടൽ പരിപാടി ഒക്കെ നടക്കുമ്പോൾ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങൾ, അതിപ്പോൾ ഇന്ത്യയിലായാൽ പോലും പ്രധാനമന്ത്രിയോ ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ടെങ്കിൽ അവിടെ വലിയ സുരക്ഷയല്ലേ ഒരുക്കുന്നത്. അമേരിക്കയിൽ അതിൻ്റെ എത്രയോ ഇരട്ടി കാണും. അതെ, അത് അതൊരു ഫെയിലിയറാണ്. നേരത്തെ അവർ വെറ്റ് ചെയ്തിട്ടില്ല പ്രോപ്പർലി, ഗസ്റ്റിനെ വെറ്റ് ചെയ്തിട്ടില്ല, ഹോട്ടൽ ഗസ്റ്റിനെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഗോപിനാഥനാണ്, എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപിനാഥൻ, താങ്കൾക്ക് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഈ ഇറാനിൻ്റെ വിഷയത്തിൽ ട്രംപ് ആഭ്യന്തരമായി കടുത്ത വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ താരിഫ് വിഷയത്തിലുമൊക്കെ ട്രംപിൻ്റെ പല നടപടികളിലും അമേരിക്കയിൽ കടുത്ത എതിർപ്പൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നത് എന്നതുകൂടി ശ്രദ്ധിക്കണം. അതിൽ ചിലപ്പോൾ സ്വാഭാവികമായും ഇത്തരം സുരക്ഷാ വീഴ്ചകളൊക്കെ ഉണ്ടാവും. നേരത്തെയും അമേരിക്കയിൽ അത്തരം സുരക്ഷാ വീഴ്ചകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ ചില തടസ്സമുണ്ടെന്ന് PCL അറിയിച്ചു. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഇനിയിപ്പോ ഗണ്ണിന് ലൈസൻസ് കൊടുക്കുമ്പോ അവരാ ഈ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ കോളേജിലും അടിയും എറൗണ്ട് ദ വേൾഡിൽ കാണുന്നില്ലേ ഈ മെന്റൽ ഡിസീസുള്ള പിള്ളേർ വെടിവെച്ചിട്ട് അത് ഇത് ഒന്നും തിരിയാണ്ട്. അപ്പൊ ഒന്നിക്കൽ അവര് ടെസ്റ്റ് ചെയ്തിട്ടാ ലൈസൻസ് കൊടുക്കും. ദിവാകരൻ, ഇത് മെന്റൽ ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ അങ്ങനെ മാനസികമായ ഏതെങ്കിലും പ്രശ്നമുള്ള ആളായി പുറത്തു വന്നിട്ടില്ല. നമുക്കറിയില്ല, പുറത്തു വന്നിട്ടില്ല. അതെ, ചിലത് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും രാഷ്ട്രീയ വിരോധം അങ്ങനെയല്ലോ. കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ പൊതുജനം പലവിധല്ലേ, കൗൺസിലിങ്ങില് കൂടിയല്ലേ എല്ലാവരും നാട്ടിലെ ആനേനെ നാട്ടാനയാക്കുന്നില്ല, വൈൽഡ് അനിമൽസിനെ ഡൊമസ്റ്റിക് അനിമൽസ് ആക്കുന്നില്ല. അതേപോലെ ഇനിയെല്ലാം പിടിച്ചിട്ട് ആദ്യം ഇത് ചെയ്യുന്നത് എല്ലാം നമ്മളെ പോലത്തെ സാധാരണക്കാർക്കോ എല്ലാം നമ്മൾ പേടിച്ച് വളരുന്നത്. അതെല്ലാം കുറേ ഈ മാറ്റങ്ങൾ വരുത്തണം, ചിന്തിക്കണോ ഈ ബുദ്ധിയുള്ള കൂട്ടർ സാറേ. സാറേ
ഓക്കെ, ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നാണ്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാജ്യത്തിൻ്റെ അധികാരി ആ രാജ്യത്ത് ആഭ്യന്തരമായി വലിയ എതിർപ്പുകളെ നേരിടുന്നു. ആ ഘട്ടത്തിൽ അവിടെ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാവുന്നു. സുരക്ഷാ വീഴ്ചയാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ ചില എക്സ്പെർട്ടുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് അതിലെന്താണ് തോന്നുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇത്രയും സുരക്ഷയുള്ള ഒരു സ്ഥാനത്ത് ഒരാൾ കടന്നു കയറുക, എന്നിട്ട് വളരെ തന്ത്രപരമായിട്ട് വെടിയുർത്തുക. അപ്പം അവിടെ കയറി വരാനായിട്ടുള്ളൊരു സപ്പോർട്ടിങ് എവിടെ നിന്നെങ്കിലും കിട്ടിക്കാണൂലേ? ഇല്ലാതെ എങ്ങനെ ഒരാൾക്ക് അങ്ങനെ കയറി വരാൻ പറ്റും? പിന്നെ അത് ഏതെങ്കിലും ഒരു തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വ്യക്തിയെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി കുറെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അവർ പറയും. കാരണം ട്രംപിന്റെ ഒരു ഭരണ രീതി അമേരിക്കൻ പ്രസിഡന്റ് ചേർന്ന ഒരു രീതിയല്ല ഭരണ രീതി. അപ്പൊ അവർ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ ഒരു വലിയൊരു പ്രശ്നമാണെന്ന് അവർക്കറിയാം. അതിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴും ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം അവർക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ ഇവരുടെ നേതൃത്വത്തിലുള്ള യുദ്ധം ഇവർക്ക് അധിക നാൾ പിടിക്കാൻ സാധിക്കത്തില്ല. കാരണം ട്രംപിന്റെ പത്തി താഴ്ന്നത് കൊണ്ടും യുദ്ധം തോൽക്കുമെന്നുള്ള ഒരു പേടി ഉള്ളിലുണ്ട്. പിന്നെ എല്ലാ രാജ്യങ്ങളോടും അങ്ങനെ മുട്ടിയൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവരുടെ പിന്നെ കഴിവുകളും അല്ലെങ്കിൽ വെടിക്കോപ്പുകളും മറ്റുള്ള ആയുധ ശേഖരണങ്ങളും അധിക നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എന്തായാലും ഈ ഒരു ആക്രമണം ഉണ്ടായത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ അമ്പരിപ്പിക്കുകയും അതേപോലെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ശരത്തിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പലപ്പോഴും ഈ രാഷ്ട്രത്തലവന്മാർ പലരും അവർക്കു നേരെ വലിയ വിമർശനങ്ങൾ വരുമ്പോൾ അവർ ആഭ്യന്തരമായി വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വലിയ നാടകങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാറുണ്ട്. ഈ അത്തരമൊരു നാടകത്തിൻ്റെ സംശയം ചിലരെങ്കിലും പറയുന്നുണ്ട്. നമുക്ക് ആ സംശയത്തിൻ്റെ നിഴലിനപ്പുറത്തേക്ക് നമ്മുടെ കയ്യിൽ അതങ്ങനെയാണ് എന്ന് പറയാൻ തെളിവൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഈ ആദ്യം രക്ഷിക്കുന്നത് JD വാൻസിനെയാണ് ആദ്യം രക്ഷപ്പെടുത്തുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഹോട്ടലിൽ എങ്ങനെ ഒരു അക്രമി കടന്നു കയറി, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ടുപേരും കൂടി വരുന്ന ഒരു ഹോട്ടലാണ് എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ അത്തരം ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. താങ്കൾക്ക് ഇതിൽ എന്താണ് തോന്നുന്നത്? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഞാൻ റഷീദ് AMR കൊടുങ്ങല്ലൂർ അത്താണി എന്നുള്ള സ്ഥലത്താണ് വിളിക്കുന്നത്. എവിടെയാണ്? കൊടുങ്ങല്ലൂർ അത്താണി എന്ന് പറയും. അത്താണി. ഓക്കെ, ശരി, അറിയാം അത്താണി. ഓക്കെ. അപ്പൊ സാറേ എനിക്ക് ഇതിനകത്ത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാഭാവികമായി ഈ വൈറ്റ് ഉറക്കെ പറയൂ ശ്രീ റഷീദ്, ഉറക്കെ പറയൂ. ഒരു പൂച്ച പോലും അകത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഇത് അവിടെ ഇല്ല, ചാൻസ് അവിടെ ഇല്ല. വൈറ്റ് ഹൗസ് ആണിത്. അല്ലാതെ സാധാരണ നമ്മളുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് ഓഫീസോ മറ്റുള്ളതല്ല, ഇത് വൈറ്റ് ഹൗസ് ആണ്. കേൾക്കുന്നില്ലേ സാറേ? കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ അത്രയും പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വൈറ്റ് ഹൗസിനകത്തേക്ക് ഒരു വ്യക്തി കടന്നു വന്ന്, അതും അയാളെ കണ്ടു കഴിഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം അതിനകത്തേക്ക് കടന്നു വന്ന് ട്രംപിന് നേരെ നിറയൊഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അവിശ്വസനീയമാണ്. ഞാനിത് വേറൊരു ഇയാൾ പറയുന്നത് നേരത്തെ തന്നെ അയാൾ ഹിൽട്ടൺ ഹോട്ടലിൽ നേരത്തെ തന്നെ അയാൾ അവിടെ താമസമായിരുന്നു. അങ്ങനെ താൻ ഇറാന്റെ വല്ല ചാരനോ ആയിരുന്നെങ്കിൽ താൻ യന്ത്രത്തോക്കുമായി വന്നേനെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണോ? പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. നമ്മളിപ്പോ വൈറ്റ് ഹൗസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോ ചില വ്യക്തികൾ അതിനും മറികടക്കാവുന്ന ക്രിമിനൽസ് ഒക്കെ ഉണ്ടാകാം, പറയാൻ പറ്റില്ല. അത് വേറൊരു കേസ്, മനസ്സിലായില്ലേ? പിന്നെ ഇത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോ അവിടെ തന്നെ അമേരിക്കയിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് വരുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടി ചെയ്യാം, അങ്ങനെ ചെയ്യാം സ്വാഭാവികമായിട്ട്. ഞാൻ ഇറാനെ ന്യായീകരിക്കുന്നില്ല, ഈ വൈറ്റ് ഹൗസിനെ ന്യായീകരിക്കാനല്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ആളൊന്നുമല്ല ഞാൻ. ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകുന്ന ഒരു തെറ്റൊന്നുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നതിന് ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ താല്പര്യങ്ങളും കാണുമല്ലോ. അതൊക്കെ എല്ലാ മനുഷ്യരങ്ങനെയല്ലേ? എനിക്ക് എന്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്. ഞാൻ CPM കാരനാണ്, പ്രത്യേകിച്ച് പറയാൻ ഞാൻ CPM കാരനാണ്. പക്ഷെ ഞാൻ പറയുന്നത് വൈറ്റ് ഹൗസിനെ കുറിച്ചാണ്. എന്താണ് വൈറ്റ് ഹൗസ് അത്രയും പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഒരാൾ കടന്നു വരുമ്പോ അതിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവിടുത്തെ. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ പ്രസിഡന്റ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ സാധാരണഗതിയിൽ അത്തരം ഒരു സ്ഥലത്ത്, അതും പ്രത്യേകിച്ച് ഹിൽട്ടൺ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ എല്ലാവിധ സംവിധാനങ്ങളും, അങ്ങനെ എവിടെയും പോയി സാധാരണയിൽ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഒന്നും പരിപാടിയിൽ പങ്കെടുക്കാറില്ല. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്ന പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിൻ്റെ ആ കൂടി പ്രവർത്തനങ്ങൾ പലപ്പോഴും വിചിത്രമാണ്. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ആവും ചിലപ്പോൾ ഇതിലും ഇത്തരമൊരു സംശയം ഉയരാനുള്ള സാധ്യതയുള്ളത്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? എനിക്കും സംശയം ഇയാളെ അഭിനയാണെന്ന് തോന്നുന്നത്. കാര്യം അവിടെ ഇപ്പൊ 3000 പത്രപ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകർക്ക് എല്ലാ കൊല്ലവും അയാൾ കൊടുക്കുന്ന പോലും. അങ്ങനെ സ്ഥലത്ത് ഒരു പിന്നെ
അമേരിക്കയുടെ പ്രസിഡന്റ് അയാളുടെ ഭാര്യ ഉൾപ്പെടെ ഒരു ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ഇത്രയും രഹസ്യാന്വേഷണ വിഭാഗം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവർ. അപ്പൊ എന്നിട്ട് ഈ ആയുധമായിട്ട് ഒരുത്തം കയറി പോകുമ്പോൾ അവിടെ ആ പരിശോധിക്കാൻ സംവിധാനം ഇല്ലെങ്കിൽ അത് ഒരു വെടി കൊണ്ട് ബുള്ളറ്റ് പ്രൂഫുള്ള ഉദ്യോഗസ്ഥർക്ക് വെടി കൊടുക്കും, ഒരാൾക്ക് വെടി കൊള്ളുന്നുമില്ല. ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്. ഈ ട്രംപ് ഇയാൾ എന്തും ചെയ്യുമെന്ന് ഇയാൾ പറഞ്ഞില്ലേ, ആ വെടിവെച്ചവൻ മനോരോഗം സംശയം തന്റെ മേൽമാസം ഇയാൾക്ക് മനോരോഗം കൊണ്ടുവന്നു. ഇയാളെ ആദ്യം പരിശോധിക്കണ്ടേ. ഓക്കെ കിരൺ ബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനു ആണ് നൂറിനാട്. ശ്രീ ബിനു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ ബിനു കേൾക്കാം. ബിനുവിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മൾ ഈ വിഷയം ധാരാളം സംസാരിച്ചിട്ടുണ്ടാണല്ലോ. എങ്കിലും ട്രംപിന് എല്ലാ സ്ഥലത്തും അല്ല ശ്രീ ചന്ദ്രൻ നായർ, ഇതിപ്പോൾ നമ്മൾ ട്രംപിന്റെ കാര്യം പലതവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമത്തെ കുറിച്ചാണ്. അതെ സാർ, അതായത് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും ശത്രുക്കൾ ഉണ്ടെന്നുള്ള പ്രധാന തെളിവാണ് സാർ. ഇത്രയും വലിയ ശക്തമായിട്ടുള്ള ബന്ധവസ്ഥമുള്ള ആ സ്ഥലത്ത് പോലും എന്താണെന്ന് വെച്ചാൽ ആള് കടന്നുകൂടുകയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല സാർ, ഈ ട്രംപിനെ പറ്റി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ സാർ. മറ്റൊരു രാജ്യത്തിന്റെ എല്ലാ സ്വത്തുകളും വകകളും എല്ലാം എനിക്ക് വേണം, ഇറാന്റേതായിട്ടുള്ള എണ്ണപ്പാടങ്ങളും അവിടുത്തെ സകല സാധന സാമഗ്രികളും എനിക്ക് വേണം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ മേധാവിയാണ് സാർ അദ്ദേഹം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണ് അവിടെയുള്ള എല്ലാ സംഗതികളും എനിക്ക് വേണം, അവിടെയുള്ള കൊന്നൊടുക്കിയിട്ട്. ഇപ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ ആ വിഷയത്തിലേക്ക് പോകാത്ത മാറി വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് സാർ അദ്ദേഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ആഴ്ച വരുമെന്ന് തന്നെയാണ് സാർ എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മൾക്കെല്ലാം പരിചയമുള്ള കണ്ടും വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുള്ള രാഷ്ട്രത്തലവന്മാരുടെ വിരുന്നുകളിലൊക്കെ അതെവിടെ വെച്ച് നടന്നാലും അവിടെയൊക്കെ കനത്ത സുരക്ഷയാണ്. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ലോകത്താകമാനം ശത്രുക്കളൊക്കെ ഉള്ള ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനവും രഹസ്യ വിവരശേഖരണ ഏജൻസിയും ഒക്കെയുള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രഥമ വനിതയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങിലാണ് ഇത്തരമൊരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരുത്തൻ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ അത് നടക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാലും ഇത് ശാസ്ത്രം അങ്ങനെ പറഞ്ഞോ? ശാസ്ത്രം അങ്ങനെ പറഞ്ഞോ? നമ്മളെ അനുഭവം. ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ അത് മിക്കവാറും ഒക്കെ 90% നടന്നിരിക്കും. പക്ഷെ രക്ഷപ്പെടുന്നതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം. അത് മാത്രമല്ല, നിങ്ങളിപ്പോ താങ്കളും ഞാനും അല്ലെങ്കിൽ മറ്റുള്ള ലോകത്തുള്ള എല്ലാവരും എന്തിനാണ് ട്രംപിനെ ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ വെടിവെച്ച് ഒരു പക്ഷേ ട്രംപ് മരിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം എന്നറിയണം. ട്രംപ് വിഷമം കൊണ്ടല്ലോ, ഏത് രാഷ്ട്രത്തിൻ്റെതായാലും ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന പ്രവർത്തനത്തോട് എതിർപ്പുണ്ട് എന്ന് കരുതി ട്രംപിനെ നാളെ ആരും വെടിവെച്ച് കൊല്ലണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെ ഏത് എത്ര മോശപ്പെട്ട ആളായാലും അയാളെ നാളെ ഒരാൾ വെടിവെച്ച് കൊല്ലട്ടെ, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം മോശപ്പെട്ട ആളെന്ന് ഞാൻ പറഞ്ഞ ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? 3 ദിവസം കഴിഞ്ഞ് 3-ാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കും. നിങ്ങളാണ് ചത്താ പിന്നെ പുഴുവായി പോണത്. ഇദ്ദേഹത്തിന് മരണമില്ല. അയ്യോ, 3 ദിവസം കഴിയുമ്പോ അദ്ദേഹം ലോകാരാധ്യനായിട്ട് വീണ്ടും അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഉണക്ക ട്രംപാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല ഇതൊന്നും. അദ്ദേഹം ആരാ? നിങ്ങൾ ഈ ലോകത്തല്ലി ജീവിക്കുന്നത്. അദ്ദേഹത്തിനെ വെടികൊണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ 3-ാം നാള് അദ്ദേഹം എവിടെയാണ് പൊങ്ങണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് ഞാൻ അതിനെ കുറിച്ച് ഇതുവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരിടത്ത് പൊങ്ങും. ഈ വെടിവെക്കാൻ വന്ന ആ വിഡ്ഢിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പുറത്തിറങ്ങി 10 തെരുവനായ വെടിവെച്ചിരുന്നെങ്കിൽ അവനെ അവിടുത്തെ പഞ്ചായത്ത് ഇറങ്ങിലും അംഗീകരിച്ചു കൊടുത്തേ. പഞ്ചായത്ത് ഉണ്ടാകുന്ന അവിടെ കോർപ്പറേഷൻകാര് അവിടെ അംഗീകരിച്ചു കൊടുത്തേ. ഈ വൃത്തികെട്ട ഈ ദ്രോഹിയ, രാജ്യദ്രോഹിയ, ഈ മഹാഭാവിയ, ദുഷ്ടന, പാവപ്പെട്ട കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് അവിടുത്തെ ധനവും എല്ലാം ഊറ്റിയെടുത്ത് യവന്റെയൊക്കെ മരണം നിങ്ങളും ഞാനും ചിന്തിക്കുന്നതിന്റെ അങ്ങേ അറ്റമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു പൂട പോലും ഇവന്റെ ബാക്കിയില്ലാത്ത മരണങ്ങളായിരിക്കും ഇവനൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ കാൾ ഒരിക്കലും നിങ്ങൾ എടുക്കണ്ട. ഇത് ഉണ്ണിയാണ് പറയണത്, പോത്തൻകോട് ഉണ്ണികൃഷ്ണൻ. ശരി, ഓക്കെ. എന്തായാലും പോത്തൻകോട് ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം കൊള്ളാം. രസകരമായൊരു പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് സറ്റാരിക്കലായിട്ടാണ്, പക്ഷേ എല്ലാം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചിലർ വല്ലാതെ വൈകാരികമായി എടുത്തു കളയരുത്. ശ്രീ ജോസഫാണ് അരൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? സാറേ, ഇത് തീർച്ചയായിട്ടും ഇതൊരു നാടകം തന്നെയാണ്. കാരണം ഇയാൾ പലതരത്തിലും നാടകം കളിക്കണ ആളാണല്ലോ. നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞല്ലോ. ഈ
പാവപ്പെട്ടവരെ കൊന്ന് പിന്നെ വെടിവെച്ച് കൊന്നിട്ട് ഈ പല പല ഇതും പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളല്ലേ. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണ്ടൊരു ആട്ടിടയനൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആട്ടിടയൻ ഒരു പയ്യനാണ്. അവനിങ്ങനെ മരത്തിന് മുകളിൽ കയറിട്ട് ആടുകളെ ശ്രദ്ധിക്കൊണ്ടിരിക്കുമ്പോ ആളുകൾ വിളിച്ചു പറയും, പുലി വന്നേ എന്ന് വിളിച്ചു പറയും. ആളുകൾ ഓടിക്കൂടി കഴിയുമ്പോൾ പറയും, പുലി ഞാൻ നിങ്ങളെ പറ്റിക്ക്, പുലി വന്നില്ല. ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് അവസാനം പുലി വന്നു. പുലി വന്നു കഴിഞ്ഞപ്പോ നാട്ടുകാർ ഓടിക്കൂടി കഴിഞ്ഞപ്പോ ഇവനാ പുലി എത്തുകൊണ്ട് പോയി. അതുപോലെ ഇയാൾക്ക് സംഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ എത്രയും പെട്ടെന്ന് ഈ പുലി പിടിച്ചോണ്ട് പോയെന്നാൽ ഈ ലോകം രക്ഷപ്പെടും. എന്റെ അഭിപ്രായം അതാണ്. ഇത് കഴിക്കുന്നത് മുഴുവൻ നാടകമാണ്, ഒരു സംശയമില്ല. ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇയാളുടെ തോൽവി, നിറാനുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ അയാൾ തോൽവി സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ജോസഫിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പേരാവൂരിൽ നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നു ഇത് നാടകമാണെന്ന്, ചിലർ പറയുന്നു അങ്ങനെയല്ല, അത് ചിലപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഏറ്റവും വഷളായ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഇന്ന് ലോകം മുഴുവൻ അറിയുന്നതാണ് അയാൾ. ഈ നാടകവും കാണിക്കും, ഇതിലപ്പുറത്തെ നാടകവും കാണിക്കും. ഇറാൻ ജനതയോട് അയാൾ മാപ്പപേക്ഷിച്ചിട്ട് നല്ലൊരു അമേരിക്കൻ പ്രസിഡന്റായി ജീവിക്കുന്നതല്ലേ അയാൾക്ക് നല്ലത്. കാരണം അത്രയും നെറികെട്ട ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് ഇന്ന് ലോകത്തുള്ള ഏതൊരാൾക്കും അറിയാം. പിന്നെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അദ്ദേഹത്തിനെ വധിക്കണം എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് പറയാനുള്ള അധികാരമില്ല. എങ്കിലും അയാൾക്കൊരു മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മൾ എത്ര ദുഷ്ടനായാലും അങ്ങനെ നമുക്ക് അഭിപ്രായമുള്ള പലരും കാണും. പക്ഷെ ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നു. മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് മാർപ്പാപ്പയോട് പ്രാർത്ഥിക്കാമെന്ന് കൂടിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പ്രതികരിച്ചത്. ശ്രീ ഗോപകുമാറാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് എങ്ങനെയാണ് ഈ സംഭവം? ഇതിനകത്ത് എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളുണ്ടോ? ഗുഡ് ഈവനിങ് മിസ്റ്റർ കിരൺ ബാബു. ഗുഡ് ഈവനിങ്, പറഞ്ഞു. താങ്കളുടെ ചർച്ച എടുത്തത് നന്നായി. പക്ഷേ നേരത്തെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളി മറ്റേ പുള്ളി പറഞ്ഞ പോലെ അദ്ദേഹം ഹി ഡിസേർവ് നോ മേഴ്സി. ആ മനുഷ്യൻ നമ്മുടെ ട്രംപ് എന്ന് പറഞ്ഞ ആള് ഒരു കാരുണ്യവും അർഹിക്കുന്നില്ല. അയാള് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവുകയാണെങ്കിൽ തന്നെ ലോകം മുഴുവൻ നന്നാവും. നമ്മൾ എത്ര പേര് സഫർ ചെയ്യുന്നു. ഒരാളെ കൊല്ലപ്പെടുക എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ശരി, ഞങ്ങളൊക്കെ വി ബിലോങ്സ് ടു വില്ലേജ് ഏരിയ. നമ്മുടെ അവിടെ എത്ര പേര് സഫർ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അതെ, ഈ ഒരു മനുഷ്യൻ കാരണമാണ്. ഇതെടുത്തതിന് താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മളൊക്കെ ഡെഡ്ലി അഗൈൻസ്റ്റ് പുള്ളിയായിട്ട് ഒരു സംശയവും വേണ്ട. ശരി, അദ്ദേഹത്തിന്റെ ഫലം ഇന്ന് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരടക്കം സ്വന്തം അടുക്കളയിൽ പോലും കൃത്യമായി ഗ്യാസ് കിട്ടാത്ത അവസ്ഥ. ഹോട്ടലുകളും പലരും, ചെറുകിട ഹോട്ടലുകളും വൻകിട ഹോട്ടലുകളും അടക്കം പലരും പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അങ്ങനെ പലമാതിരി വിഷയങ്ങൾ, പലരും നാട്ടിലേക്ക് വരാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിഷ്പക്ഷമായിട്ട് ഓപ്പണായിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടോടെ താങ്കളെ വിളിച്ചത്. ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്ക്സ് എ ലോട്ട്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഗോപകുമാർ, താങ്കളെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ പ്രതികരിക്കാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ന്യൂസ് 18 പൊതുവേദി സംഘടിപ്പിക്കുന്നത്. ആത്യന്തികമായി അഭിപ്രായം പറയേണ്ടത് ജനങ്ങളാണ്, പ്രേക്ഷകരാണ്. ആ ജനങ്ങളുടെ തീരുമാനമാണ് എല്ലാറ്റിനും മേലെയുള്ളത്. അങ്ങനെ ഒരു ജനവിധിക്ക് കേരളം കാത്തു നിൽക്കുക കൂടിയാണ്. അവിടെയെല്ലാം ഇടയ്ക്ക് മാത്രമാണ് ആ ജനവിധിക്കുള്ള അവസരം കിട്ടുന്നതെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെയല്ല. എല്ലാ ദിവസവും നമുക്ക് അവസരമുണ്ട് ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പറയാൻ. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ലോക പോലീസാണ് അമേരിക്കൻ പട്ടാളം, ഇന്റലിജൻസ് എന്നൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന നമുക്ക്. അപ്പൊ ലോക നേതാക്കളില് ഈ തോന്നിയവാസത്തിന്റെ ഉറവിടമായി മാറുന്ന ആൾരൂപത്തിനെയൊക്കെ വെടിവെക്കുക എന്നുള്ളത് നമുക്ക് അതൊക്കെ ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും. കാര്യം ഒരു ലോക സമൂഹത്തിന് മുഴുവൻ ദോഷം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ രാജ്യത്ത് പോലും ഭരണാധികാരികളെ ഒരു ആയുസ് കാലം മുഴുവൻ പിന്തുടർന്ന് നശിപ്പിച്ച ചരിത്രങ്ങൾ നമുക്കുള്ളതാണ്. അപ്പൊ ലോക ജനതയ്ക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഭരണാധികാരിക്കെതിരെ സ്വന്തം രാജ്യത്താണെങ്കിൽ പോലും ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. ആരെങ്കിലും വെടിവെച്ച് കൊല്ലുന്നതിനൊന്നും നമുക്ക് ഒരു താല്പര്യമുള്ളത്. പക്ഷെ ലോകത്തിന് സമാധാനത്തിന് ഭംഗം വന്ന ആരാണെങ്കിലും അത് സ്വാഭാവിക സംഭവം ഉണ്ടായി മാറുന്നതാണ്.
താങ്കൾ പറയുന്നത് സ്വാഭാവികമായും വെടിവെച്ച് വന്നാൽ പോലും ആളുകൾ പിന്തുണയ്ക്കും, അങ്ങനെ ആഗ്രഹിക്കുന്നതാണോ? പ്രതികരിക്കുമല്ലോ. ശരി. ലോക സമാധാനത്തിന് ദോഷം വരുന്ന ഏത് വ്യക്തിയാണെന്ന് പറഞ്ഞാലും പ്രതികരിക്കും. ചില കൊല്ലണമെന്ന് നോക്കുന്ന ആള് ഒരു ആയുഷ്കാലം മുഴുവൻ പിന്തുടർന്ന് ചിലപ്പോൾ നശിപ്പിച്ചു കളയും. ശരി, ഓക്കെ. ശരി. ശ്രീ അബ്ദുൽ ഗഫൂറാണ്, ചിറ്റൂരിൽ നിന്നാണ്. ശ്രീ അബ്ദുൽ ഗഫൂർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഈ സംഭവങ്ങൾ, ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സാറേ, ഇതെന്ത് സത്യം പറഞ്ഞാൽ ഇത് നാടകം തന്നെയാണ്. കാരണം ഇതുവരെ അമേരിക്കയിൽ പല വെടിവെപ്പുകൾ നടന്ന സമയങ്ങളിലും അവിടെ വെച്ച് തന്നെയാണ് അവിടുത്തെ മിലിറ്ററി അവരിന് വകവരുത്തിയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഈ ചങ്ങാതിനെ പിടിച്ചുകൊണ്ടുപോവുക ചെയ്തിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ് ശ്രമിക്കുന്നത്. അക്രമിയെ ജീവനോടെ പിടികൂടാൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും പക്ഷേ പ്രധാനപ്പെട്ട ഇതുവരെ അമേരിക്കയിൽ കഴിയാത്തൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരാളെ ജീവനോടെ പിടികൂടിയത്. അതിനെ ഒരു പോസിറ്റീവായി കാണണം വെച്ചാൽ അത് ജീവനോടെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതല്ല സാർ, അങ്ങനെയല്ല സംഭവം. ഇതുവരെ അമേരിക്കയിൽ നടന്നിട്ടുള്ള പല വെടിവെപ്പുകളിലും പല കോളേജുകളിലും നടന്ന വെടിവെപ്പുകളിൽ ആ പ്രതികളെ ആ ടൈമിൽ തന്നെ കൊല്ലുകയാണ്. ഇതെന്ത് പറഞ്ഞാൽ അയാളെ ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിനെ കൊല്ലുക എന്നുള്ളത് തെറ്റ് തന്നെയാണ്. പക്ഷേ പല ജനങ്ങളെയും പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രസിഡന്റാണ്. ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ അവരുടെ നാട്ടിൽ നിന്ന് സ്വയം അയാൾക്കെതിരെ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെ ഉണ്ടാകാറുള്ളത്. ഇവര് പല സ്ഥലങ്ങളിലും ഞങ്ങൾ സമാധാന പ്രിയരാണ് സമാധാനം കൊണ്ടുവരികയും, പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താ? ഇവര് അവിടുത്തെ കൊള്ളയടിച്ചിട്ട് പോവല്ലേ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലത്തെ തന്നെ കാര്യം എടുത്താൽ നമുക്ക് 121% ഇപ്പൊ സോളാറിന്റെ ഇതിൽ നമുക്ക് വെച്ചിരിക്കുന്നത് ടാക്സ്. അപ്പൊ ഇവര് നമ്മളുടെ മൊത്തം കൊള്ളയടിക്കുക, എന്നിട്ട് ഇവര് നല്ല പേര് എടുക്കുക എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ ട്രംപിനെ കമന്റ് ജയകുമാർ പറയുന്നു, നമസ്കാരം. ട്രംപിന് നേരെ വധശ്രമം നടത്തിയതിന് എനിക്ക് സങ്കടമില്ല, നാട്ടുകാർക്കും സങ്കടം കാണത്തില്ല. സാറിന് സങ്കടമുണ്ടോ? ട്രംപ് ഇത് കാണിക്കും, ഇതിനപ്പുറവും കാണിക്കും. മോദി ദുഃഖം രേഖപ്പെടുത്തട്ടെ എന്ന് പറയുന്നു. കേരളത്തിലൊരു നാടകം നടന്നു, വടകര പെടലി നാടകം എന്നൊക്കെ പ്രമോദ് എന്നാണ് പറയുന്നത്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്കറിയില്ല. വീണ്ടും നമസ്കാരം മുരളീധരൻ നായർ ഒക്കെ പറയുന്നു. അവർ രണ്ടുപേരും തെറ്റ് പറയുമ്പോൾ തിരുത്താനുള്ള ആങ്കർ വൈറ്റ് ഹൗസിലാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് തിരുത്തിയില്ല. അത് ശ്രീ മോഹനൻ, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനകത്ത് ഈ വൈറ്റ് ഹൗസ് എന്ന് ഉദ്ദേശിച്ചത് വൈറ്റ് ഹൗസിനുള്ളിൽ നടന്നതാണോ അതോ വൈറ്റ് ഹൗസ് ഈ പ്രസിഡന്റ് നേരെ നടന്നപ്പോൾ അത് വൈറ്റ് ഹൗസ് എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞാണോ എന്ന് എനിക്കും പെട്ടെന്ന് തിരിഞ്ഞില്ല. പിന്നീട് ഞാൻ ആ വിവരം പറഞ്ഞിരുന്നു. വൈറ്റ് ഹൗസ് എന്ന് ഉദ്ദേശിച്ച് ചിലപ്പോൾ ഒരാൾ വൈറ്റ് ഹൗസിൽ സംഭവം നടന്ന സ്ഥലം എന്ന രീതിയിലായിരിക്കത്തില്ല, പ്രസിഡൻ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു അർത്ഥത്തിലായിരിക്കും പറഞ്ഞത്. അതുകൊണ്ട് എനിക്കും അത് പെട്ടെന്ന് ആ കാര്യം കേട്ടപ്പോൾ മനസ്സിലായില്ല. അങ്ങനെ തിരുത്തിയില്ല എന്ന് താങ്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാനത് ഏത് ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു എന്ന് വ്യക്തമായി പിന്നീട് പറഞ്ഞിരുന്നു. ഗോപകുമാറിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് സദാശിവൻ നായർ പറയുന്നു. ഇന്ത്യ നരകമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക നരകമായല്ലോ എന്ന് അരുൺ കണ്ണൻ ചോദിക്കുക. അതൊരു ശരിയാണ്. ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യ നരകമാണ് എന്നൊക്കെ ഒരു റീട്വീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ട്രംപ് നിമിഷങ്ങൾക്കുള്ള അത് മായ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന ചില ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെയാണ് ഇത്തരത്തിൽ സുരക്ഷ പോലും ഇല്ലാതെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും ശക്തരായ രാജ്യം എന്നൊക്കെ പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒക്കെ നിൽക്കേണ്ടി വരുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ട്രംപിന് നേരെ നടന്ന ഒരു വധശ്രമം, വധശ്രമത്തെ അത് അവരുടെ സുരക്ഷാ വീഴ്ചയാണോ അതല്ല അതൊരു നാടകമാണോ എന്ന തരത്തിലൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ലോകത്താകമാനമുള്ള മാധ്യമങ്ങൾ വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ദിലീപ് കുമാറാണ്, വെൺമണിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിലീപ് കുമാർ, താങ്കൾക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വളരെയധികം അമേരിക്കയിലുണ്ട്. ശരി. ഞാൻ അവരെ വിളിച്ചതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവരുടെ ഒരു അഭിപ്രായം, അവിടെ ഈ ട്രംപിന്റെ 2ാം വരവോടുകൂടി അവിടുത്തെ ജനജീവിതം വളരെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ ഏകദേശം വളരെ പരാജയമാണ് അവിടെ ജീവിതം. ഈ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാരെന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലെ നമ്മുടെ 50 ലക്ഷം ആളുകൾ ഉള്ളതിൽ ഏതാണ്ട് 25% പോരാനായിട്ടെല്ലാം തിരിച്ചു പോരുന്നതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മെക്സിക്കോ, പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കാലിഫോർണിയ അവിടെ നിന്നൊക്കെയുള്ള സാധാരണ മിനിമം വരുമാനം ഉള്ളവർ വളരെ ബുദ്ധിമുട്ടിലാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്.
അപ്പൊ ഇതുകൊണ്ടൊരു നാടകമല്ല ഇത്. ഇയാളെ അവസാനിപ്പിക്കുക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുക. അത് അമേരിക്കക്കാരനൊന്നും അല്ലെങ്കിൽ വിദേശി എന്നുള്ളതല്ല. അവിടെ പൊതുജീവിതം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് അമേരിക്കൻ ജനത വളരെ ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ തന്നെ വെറുപ്പിക്കുന്നു. ഇന്ത്യയെ വെറുപ്പിക്കത്തക്ക ഒരു രാജ്യമല്ല എന്ന് അവരുടെ സീനിയേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇന്ത്യ നരകക്കുഴിയാണ്, ഇന്ത്യ മോശമാണ്, എല്ലാ രീതിയിലും നമ്മളെ പ്രകോപിപ്പിക്കും. പിന്നെ നമ്മളൊരു അടിസ്ഥാനമായ ഒരു ആധിപത്യമുള്ള രാജ്യമായതുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം മറുപടി പറയുന്നില്ല. അപ്പൊ അമേരിക്കയിലെ ജനജീവിതം വളരെ മോശമായിട്ടാണ് ഇപ്പോഴത്തെ അറിവ് കിട്ടിയിരിക്കുന്നത്. ഡയറക്റ്റ് കിട്ടിയ വിവരം ഞാൻ ന്യൂസ് കണ്ടിട്ട് പറയുന്നതല്ല, ന്യൂസിനകത്ത് പറഞ്ഞതും ശരിയാണ്. പക്ഷെ ഇതൊരു നാടകമാകാൻ പറ്റത്തില്ല. കാരണം ആ ഏരിയ ആയതുകൊണ്ട് ഒരു നാടകം കാണിക്കാൻ പറ്റില്ല. അവരുടെ വൈറ്റ് ഹൗസ് അതിനകത്ത് തൊട്ടടുത്തുള്ള ഏറ്റവും സേഫായ ഏരിയയിലാണ്. അപ്പൊ അവിടെ ഒരു ഡ്രാമ കാണിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ഇത് അവിടെ വളരെ, പിന്നെ അവിടെ എല്ലാവരുടെ കയ്യിലും തോക്കുള്ളതാണ്. അതൊരു സർവ്വസാധാരണമാണ്. നമുക്കെല്ലാം ഇവിടെ ഒരു തോക്കൊരു സർപ്രൈസ് വരുന്നത്, അവിടെ അങ്ങനെയുണ്ട്. പിന്നെ ഇതൊരു വീഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ സെക്യൂരിറ്റി വീഴ്ചയല്ല, ചിലപ്പോൾ സെക്യൂരിറ്റിയുടെ അത് അറിവുണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവിടെ കാണുന്നത്. അങ്ങനെയാണ് അന്വേഷണത്തിൽ നിന്നും അറിയാൻ പറ്റിയിട്ടുള്ളത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ദിലീപ് കുമാർ. സ്വാഭാവികമായി ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കാരായ മലയാളികളായ നിരവധി ആളുകളൊക്കെ അവിടെയുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. ശ്രീ മൂർത്തിയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ മൂർത്തി, എന്താണ് താങ്കളുടെ മുഴുവൻ പേര്? ഇത് എന്റെ പേര് കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി, ഓക്കെ. കൃഷ്ണമൂർത്തി, അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് നാടകമല്ല, ഒറിജിനൽ കാര്യം തന്നെയാണ്. കാര്യം ഇത് ചെയ്ത ആള് തന്നെ ഒരു നാമധാരി, ക്രിസ്ത്യൻ നാമധാരിയാണെന്നുള്ളതാണ് എന്റെ അറിവ്. അപ്പം സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും അവിടെ ഉള്ളവർക്ക്. കാര്യം നമ്മളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനെ പറ്റിയൊക്കെ എന്ത് അഭിമാനത്തോടെയാണ് ഞാൻ എൻ്റെ ബുക്ക് മേടിച്ചു വെച്ച് വായിക്കുകയും പിള്ളേർക്ക് പറയുന്നത്. ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ. അപ്പൊ ഒരു ജനാധിപത്യ രാജ്യമായ അമേരിക്കയിലെ ആ പ്രസിഡന്റ്. അപ്പൊ ഇന്ന് ഈ പ്രസിഡന്റിനെ പറ്റി നമ്മൾ ആ 1-2 വർഷമല്ലാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പത്രത്തിലുണ്ടായിരുന്നു, ഇന്ത്യക്കാരെയും ചൈനക്കാരെയൊക്കെ അധിക്ഷേപിച്ചുള്ള. ഇങ്ങനെയാണ് ഒരു പ്രസിഡന്റ്, ഒരു ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിലെ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പൊ അവിടെ ഉള്ളവർക്ക് പോലും സഹിക്കുന്നില്ല. കാര്യം അവർക്കും നാണക്കേടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് മുൻകൈ എടുത്തത്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ, ചൈനക്കാരെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുന്നത്. പ്രദീപ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ്. പ്രദീപ് ന്യൂയോർക്കിൽ ദീർഘകാലമായി ഉള്ള ഒരാളാണ്. ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ നടന്ന വധശ്രമം, അത് വധശ്രമമാണോ അതോ ഇനി അതൊരു നാടകമാണ് എന്നുള്ള സംശയങ്ങളൊക്കെ ചില കൊണ്ടുവന്ന് ഉയരുന്നുണ്ട്. ഇതിൽ എവിടെയാണ് യാഥാർത്ഥ്യമെന്നാണ് തോന്നുന്നത്? നമസ്കാരം. അല്ല, ഇത് നാടകമൊന്നുമല്ല, അത് റിയാലിറ്റി തന്നെയാണ്. അതിപ്പോ ന്യൂയോർക്ക് ടൈംസ് ആയാലും അതേപോലെ തന്നെ മിക്കവാറും CNN, ഓൾമോസ്റ്റ് എല്ലാ ന്യൂസും അതിന് വളരെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന കണക്കിനുള്ള വീഡിയോസും എവിഡൻസും എല്ലാം ഉണ്ട്. ചെയ്ത കക്ഷി എനിക്കൊന്നും പെൻസിൽവാനിയയിൽ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. പെൻസിൽവാനിയയിൽ നിന്ന് വന്നിട്ട് ഹോട്ടലിൽ അതൊരു മാധ്യമപ്രവർത്തകരുടെ ടീംസിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഏതൊരു രാജ്യത്തും അത്തരം വീഴ്ചകൾ ഉണ്ടാവും, സെക്യൂരിറ്റി വീഴ്ചകൾ വരും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് 3000-ഓളം ലൈസൻസിനായിട്ടും അതേപോലെ പ്രസിഡന്റിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ള മീഡിയ അവർക്ക് പെർമിഷൻ ഉള്ള സ്ഥിതിക്ക് അതിൽ വരുന്ന സ്വാഭാവികമായിട്ട് സംഭവിക്കുക, അത് വരും. പിന്നെ ട്രംപിന് ഈ പറഞ്ഞ വ്യക്തി ഒരു ഡെമോക്രാറ്റിന്റെ അല്ലേ, അതേ കമല ഹാരിസിന് ഫണ്ട് എന്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ മന്ദാനിക്ക് അദ്ദേഹത്തിന്റെ ഡെമോൺസ്ട്രേഷന് പങ്കെടുത്തിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. പിന്നെ ബാക്കി അറിയത്തില്ല. പിന്നെ ഞാനിതിനെ കുറിച്ച് ഐ എം നോട്ട് റിയലി ഹാപ്പി ഓർ എന്തോ അതിനെ കുറിച്ചൊന്നും പറയില്ല. അത് ഒരു ഭരണാധികാരിയെയും അങ്ങനെ ഇപ്പം കൊല്ലാൻ ശ്രമിക്കുന്നതും കൊല്ലവും നമ്മുടെ രാജീവ് ഗാന്ധിയെ പണ്ട് ഇന്ദിരാഗാന്ധി നമുക്ക് നഷ്ടപ്പെട്ടാണ്. അപ്പൊ അതൊരു ഭരണാധികാരി ആ രാജ്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ പ്രതികരിക്കുന്ന പലരും പറഞ്ഞായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അല്ല ട്രംപ് പ്രവർത്തിക്കുന്നത് ഹീസ് വർക്കിംഗ് ഫോർ ഹിസ് കൺട്രി, അവരുടെ രാജ്യത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലതാവണമെന്നില്ല. നമ്മള് പ്രധാനമന്ത്രി നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് അത് മറ്റു രാജ്യത്ത് നല്ലതാവണമെന്നില്ല. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ പ്രദീപ, അത് പിന്നെ ആരും കൊല്ലണം എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞത് ട്രംപിനെ കൊന്നാൽ പോലും ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് നമ്മളവിടെ തിരുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ട്രംപ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നൊന്നും പൂർണ്ണമായും എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ രീതിയിലേക്കുള്ള വിമർശനങ്ങളും ഇപ്പോൾ ആഭ്യന്തരമായി തന്നെ അദ്ദേഹം അതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ?
ആഭ്യന്തരമായി അവർക്ക് ഉണ്ട് മിസ്റ്റർ കിരൺ. നിങ്ങളുടെ കറസ്പോണ്ടന്റ് തന്നെ ഉണ്ടല്ലോ ഒരാൾ, പുള്ളി പറഞ്ഞില്ല ഇവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു പെർസെന്റേജ് നമ്മൾ ലോകത്ത് വിചാരിക്കുന്ന പോലത്തെ വളരെ ഹൈ ഒന്നുമല്ല. പിന്നെ ആ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലെ ശരാശരി മാറ്റം ഞാനിപ്പല്ലേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ആ അമേരിക്കൻ ജനങ്ങൾ ഉൾക്കൊള്ളാൻ അത് വില്ലിങ് ആണ്, അവരതൊരു വലിയ വിഷയമല്ല. പക്ഷെ ബേസിക്കലി ലോകത്തില് അമേരിക്കയിൽ ഒരു പ്രസിഡന്റിന് സാധാരണ ഉണ്ടാകുന്ന പോപ്പുലാരിറ്റിയും ഒരു സ്നേഹവും ബഹുമാനവും ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ആസ് എ ഇന്ത്യൻ. എനിക്ക് പോലും ഇല്ല. ഞാൻ ആദ്യകാലത്ത് ട്രംപിന്റെ ഒരു ഫാൻ ആയിരുന്നു. കാരണം ഇന്ത്യയോട് അദ്ദേഹം കാണിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ രണ്ടാമത്തെ വരവിൽ ഇന്ത്യയെ ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ത്യ മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തികമായി തകർക്കുക, ഒപ്പം അവർ അതിൽ നിന്ന് അവരുടെ രാജ്യത്തെ കെട്ടിപ്പടുത്തുക, ഉണ്ടാക്കിയിരിക്കുന്ന $75 ട്രില്യൺ ലോസ് നഷ്ടം നികത്തുക, ഇതൊക്കെ തന്നെയാണ്. ഈസ് എ ബിസിനസ് മാൻ. ട്രംപ് ഈസ് എ ബിസിനസ് മാൻ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയല്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഈ ട്രംപിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നേക്കാൾ നല്ലത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാട്ടിൽ ഒത്തിരി പാമ്പ് ശല്യവും ഒരുപാട് പേര് അത് പ്രശ്നം ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു ചർച്ചയൊക്കെ ആണെങ്കിൽ കുറെ കൊണ്ട് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പ്രദീപ്, നാട്ടിലെ ആളുകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചും അമേരിക്കയുടെ പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ നാട്ടിലെ പാമ്പിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ആളുകൾ ഒക്കെ ഉള്ള, അങ്ങനെ ലോകത്തിൻ്റെ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ മലയാളിയെ സംബന്ധിച്ച് വലിയ വിഷയമായി ചർച്ച ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ കടുപ്പമായി പോകും. അല്ല, ചെയ്യല്ലെന്നല്ല, വിഷപ്പാമ്പുകളെ കുറിച്ച് പൊതുവെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ വിഷപ്പാമ്പിനെ കുറിച്ച് എന്ത് ചർച്ച ചെയ്യാനാണ്? വിഷപ്പാമ്പിന് ശ്രദ്ധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് രണ്ടഭിപ്രായമില്ലല്ലോ. പാമ്പുകൾ നാട്ടിൽ വരുന്ന വിഷപ്പാമ്പുകൾ എന്ന് ഉദ്ദേശിച്ചത് വിഷപ്പാമ്പുകളെ തന്നെയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പലതരത്തിലുള്ള വിഷപ്പാമ്പുകളുണ്ട്. കിരൺ, പലരുടെയും കണ്ണിൽ ട്രംപ് ഒരു വിഷപ്പാമ്പാണ്. അപ്പൊ ചർച്ച ചെയ്തൊക്കെ നോ പ്രോബ്ലം. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയൊക്കെ കാണുന്ന ആളുകളുണ്ട്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ, ഇതൊരു പുറത്തെ നാടകം തന്നെയാണ്. കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റിനെ പോലൊരു രാഷ്ട്രത്തലവനെ കൊല്ലണമെങ്കിൽ തീർച്ചയായിട്ടും ഉന്നം പഴിക്കാതെ അദ്ദേഹം ചെയ്തിരിക്കും. പക്ഷേ ഇത് ട്രംപ് നടത്തിയൊരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ട്രംപിന്റെ സ്വഭാവവും രീതിയല്ല. ആ രീതിയെ മനസ്സിലാക്കിക്കൊണ്ട് ട്രംപിനിപ്പം മറ്റൊരു രീതിയും ഇല്ലാതെ ഒരു ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റണം. ആ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രം ട്രംപ് ചെയ്ത ഒരു രീതിയാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ പറയുന്നത് വെച്ചാൽ തിരക്ക് മീതെ വരുന്ന മരം മുറിച്ചു കളയണമെന്ന, അല്ലെങ്കിൽ അപകടസന്ധി ഉണ്ടാകുന്ന. ട്രംപിന് അങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ ആരും ദുഃഖിക്കുകയില്ല. കാരണം വെച്ചാൽ ലോകരാഷ്ട്രങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. കാരണം ഇത്തരം ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരു ലോകരാഷ്ട്രങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ ഇതുപോലൊരു ദുഷ്പ്രവൃത്തി ചെയ്ത ഒരു പ്രസിഡന്റുമാരും ലോകരാഷ്ട്രങ്ങൾ ഈ അമേരിക്കയ്ക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുന്ന ഈ ട്രംപിന്റെ നയങ്ങൾക്ക് എപ്പോഴും ജനം വിരുദ്ധമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വിരുദ്ധങ്ങളെ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന നാടകമാണ്. ഈ നാടകത്തെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. മറ്റുള്ള കേരളത്തിൽ ഇഷ്ടം പോണക്ക് വിഷയങ്ങളുണ്ട്. നമുക്ക് വിഷയങ്ങൾ ഇല്ലാത്ത അവസരത്തിൽ പെടുത്തുകയാണ് മാത്രമേ എനിക്ക് പറയാം. ശരി, തങ്കത്തിൻ്റെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നു. കേരളത്തിൽ വിഷയമില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ലോക വിഷയങ്ങളും കേരള വിഷയങ്ങളും ഒക്കെ പലപ്പോഴും പൊതുവേദിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ എടുക്കാറുണ്ട്. യുദ്ധത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ നമ്മൾ ധാരാളമായി അത്തരം കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളതല്ല. ഇന്ന് മാത്രമായി കേരളത്തിൽ അങ്ങനെ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് ഈ വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമായി ലോകം ചർച്ച ചെയ്യുന്നതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരിക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പല വശങ്ങൾ ലോകം ചർച്ച ചെയ്യും. എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കാം. നന്ദകുമാർ പി പറയുന്നു, അമേരിക്കയിൽ വെടിവെപ്പ് സ്കൂളിലടക്കം പതിവാണ്. ട്രംപിനോട് വിരോധമുള്ളവർ അമേരിക്കയിൽ കാണില്ല. ഇതിനെ നാടകമെന്ന് എങ്ങനെ പറയാൻ കഴിയും? പ്രബുദ്ധ കേരളത്തിൽ നമ്മൾ ധാരാളം നാടകം കണ്ടവരല്ലേ. നമ്മൾ നാടകമാണ് എന്നൊന്നും പറയുന്നില്ല. അത്തരം ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിനപ്പുറം ഞാൻ തുടക്കത്തിൽ തന്നെ അത് വ്യക്തമായി പറഞ്ഞിരുന്നു. നമ്മുടെ കയ്യിൽ ഇത് നാടകമാണെന്നോ ഒറിജിനലാണെന്നോ പറയാനുള്ള തെളിവുകളൊന്നുമില്ല. വിവിധ വാർത്തകൾ ആ തരത്തിൽ വരുന്നു. അതുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെ മൊത്തം ഇത്രയധികം വെറുപ്പിച്ച വേറൊരു മനുഷ്യനുണ്ടാവില്ല എന്നാണ് ശ്രീദേവി പറയുന്നത്. സുനിൽകുമാറിന് മണിമലച്ചേട്ടനെ കാണാത്തതിലാണ് വലിയ വിഷമം. അതിനിടെ ഗ്ലാഡിയേറ്റർ പിന്നെ പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ഈ മോശപ്പെട്ട രീതിയിലേക്ക് വിഷയത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ട്രംപ് എന്തോ അദ്ദേഹത്തിൻ്റെ ഏതോ ആൾ എന്നുള്ള ട്രംപിനെതിരെ പറയുന്നതോ അദ്ദേഹത്തിന് തീരെ പറ്റില്ല. അമേരിക്കയിൽ വെടിവെപ്പിൽ നെതന്യാഹു മരിച്ചു എന്ന് കേൾക്കുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ഗ്ലാഡിയേറ്റർ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും അങ്ങനെയാണ്. ഈ ട്രംപിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആശയത്തെക്കുറിച്ചോ എതിരായിട്ടൊന്നും ആരും പറയുന്നത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഗ്ലാഡിയേറ്റർ എന്ന പേരിൻ്റെ മറവിൽ നിൽക്കുന്നയാൾ. എന്തായാലും ഷാജിയാണ് കോഴിക്കോട് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ട്രംപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്രംപ് ലോകരാഷ്ട്രങ്ങളെ ശരിക്കും അതിൽ നിർത്തുന്നതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ ലോകരാഷ്ട്രങ്ങളെ മൊത്തം ട്രംപിന്റെ കയ്യിൽ വരണമെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ട്രംപേ പറഞ്ഞോളൂ കേൾക്കാം.
ട്രംപ് ഉദ്ദേശിക്കുന്നത് ശരിക്കും എല്ലാ അമേരിക്ക അതിൽ വരണം എന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നടക്കാണ്ട് പോയതാണ് യുദ്ധത്തിന് തുടർന്ന്. ഹലോ, ശരി. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ട്രംപിൻ്റെ ഒരു നാടകമാണോ ഇത്, അതോ ശരിക്കും അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഈ അമേരിക്കയുടെ അതിശക്തമായ സുരക്ഷാ വലയങ്ങളെല്ലാം ഭേദിച്ച് ഉണ്ടായതാണോ? ശ്രീ ജയകുമാർ പറഞ്ഞോളൂ. ജയകുമാറിൻ്റെ ടെലിഫോൺ മുതൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബൈജു ആണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ ബൈജു, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. ട്രംപിന്റെ ഇപ്പൊ ഈ സുരക്ഷാ വീഴ്ചയൊന്നും ആയിരിക്കില്ല. അത് സംഭവം എന്താ വെച്ചെങ്കിൽ നാടകം തന്നെ ആവാൻ സാധ്യത. കാരണം ഇപ്പോഴത്തെ യുദ്ധത്തിലൊക്കെ ഇടപെട്ടിട്ടേ ആകെ മാനം പോയിരിക്കുന്ന അവസ്ഥയല്ലേ. അപ്പോ ജനശ്രദ്ധ ഒന്ന് തിരിച്ചു വിടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ സംഭവമായിരിക്കും ഇത് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഈ ട്രംപ് എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ട് അയാൾക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടൊരു അവസ്ഥയല്ലേ ഉള്ളത്. അയാളുടെ പല തീരുമാനങ്ങളും ഇപ്പൊ പറഞ്ഞ് വേറെ പറയുന്നു, അങ്ങനെ മാറ്റി പറയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഇന്ത്യക്കെതിരെ കണ്ടപ്പോൾ അടുത്ത് തന്നെ ഇന്ത്യ നരകമാണെന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാളുടെ സംഭാഷണം പോലെ നമുക്ക് തോന്നുന്നത്. സ്ഥിരബുദ്ധി അല്ല, വ്യാപാരാടിസ്ഥാനത്തിലാണ് പുള്ളിയുടെ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരു കൂട്ടം ബിസിനസ് ആൾക്കാരാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത്. ശ്രീ ബൈജു, അതായിരിക്കും കൂടുതൽ ശരിയെന്നാണ് തോന്നുന്നത്. അല്ലാതെ സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ല. അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കത്തിനും പിന്നിൽ അദ്ദേഹത്തിൻ്റെതായ വ്യാപാര താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പല വിലയിരുത്തലുകളും വരുന്നത്. അതെ, താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഉണ്ടാകുന്നത് നമുക്ക് ഒരു പൊതുജനത്തിന് മനസ്സിലാവാത്ത തരത്തിൽ അത് വേണമെങ്കിൽ അവർക്ക് അഭിനയിച്ചുകൂടെ, നല്ല രീതിയിൽ സംസാരിച്ചുകൂടെ. പക്ഷെ ഇയാള് അങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്നത്. ഇയാള് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പൊട്ടനെ മാതിരി അല്ലെങ്കിൽ ഒരു ജോക്കറെ മാതിരി അല്ലേ സംസാരിക്കുന്നത്. ശരിക്കും കാര്യങ്ങള് ഇപ്പൊ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുന്നു പുള്ളി. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ വെട്ടിത്തരാണ് ഈ ഇറാഖിൽ ചെന്നിട്ട് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവര് വ്യാപാരത്തിന് വേണ്ടിയിട്ട് തന്നെ ഇറാഖിനെ ആക്രമിച്ചത്. എങ്കിൽ കൂടിയും ഇപ്പൊ പുള്ളി എങ്ങനെയെങ്കിലും ഇതൊന്ന് തലവരാൻ വേണ്ടിയിട്ട് ജനശ്രദ്ധ മാറ്റാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ പരിശ്രമത്തിനെ പറ്റി പറയാനുള്ളത്. ശരി, ഇറാൻ എന്നായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ കേശവനാണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ കേശവൻ, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, ഈ പറയുന്ന ട്രംപിന്റെ കാര്യവും ഇതിനേക്കാളും നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും സംസാരിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് CBSE എക്സാമിന്റെ കാര്യങ്ങൾ, അവിടെ ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, ഇതിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന ട്രംപും വാട്ട് വി ആർ കണക്റ്റഡ്. നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താ ഒന്നും പറയുന്നില്ല. ശ്രീ കേശവൻ, ഈ സംസാരിക്കുന്നില്ല. CBSE വിഷയമൊക്കെ നമ്മൾ പല തവണ ഒരു ചാനലിനും ഇതുമാതിരി ഒന്നും നടന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തൃശ്ശൂർ നടന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു വെടി ഇതുണ്ട്. അതിനെ കുറിച്ചിട്ട് ഏതെല്ലാം ഗവൺമെന്റ് മിഷനറി അവിടെ പോയി ചെക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ അതിന്റെ എത്ര ഗ്രാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ എത്ര അതിനെല്ലാം അതിന്റെ ഒരു SOP ഉണ്ടല്ലോ, അത് നടന്നിട്ടുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കത്തിനിടയിൽ നടന്ന വെടിക്കെട്ട് അപകടം, ആ അപകടവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എൻ്റെ അറിവിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും പത്രങ്ങളും മാധ്യമങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ അതിന്റെ എല്ലാ വശങ്ങളും അതിന്റെ പരിശോധന അടക്കം എല്ലാ സൂക്ഷ്മമായ വശങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തില്ല, താല്പര്യമില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നോക്കൂ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ പറയുന്ന ഏതെല്ലാം മിഷനറി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും അവരുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ഗവൺമെന്റ് മിഷനറികളെ അവരെ എത്ര ആളവിടെ പോയി എന്തെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി തന്നെ നൽകുന്നുണ്ട്. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? അപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യം എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ ചെയ്തതിന്റെ ഫലം ഇന്ന് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ഈ അവധിക്ക് വരാൻ കഴിയാത്ത അവസ്ഥ, കേരളത്തിലെ ഹോട്ടലുകളിൽ പലതും അടച്ചുപൂട്ടി നിൽക്കുന്ന അവസ്ഥ, വീടുകളിൽ ഗ്യാസിന് വേണ്ടി ആളുകൾ അവസ്ഥ, ഇതെല്ലാം ഉണ്ടാക്കിയ അങ്ങനെ ഒരാളെ കുറിച്ച് എത്ര മലയാളികൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്നോ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ആരും ഇതുവരെ ഞാൻ ഒരു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറാനിൽ എത്ര ഇന്ത്യൻസ്, മലയാളീസ്, യു ടേക്ക് മലയാളീസ് തന്നെ എടുത്തുള്ളൂ, എത്ര പേരവിടെ ഉണ്ട്, അവരുടെ സ്ഥിതി എന്താണെന്നോ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ, മീൻസ് നമുക്ക് അറിയപ്പെടേണ്ട കാര്യങ്ങളുണ്ട്.
അതിനെക്കുറിച്ചൊന്നും എന്നോട് ഒരേ മാത്രമേ പറയാനുള്ളൂ. താങ്കളുടെ നിർദ്ദേശങ്ങൾക്കെല്ലാം നന്ദി. താങ്കൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ കാണും. പക്ഷേ ഈ പറയുന്ന വിവരങ്ങളൊക്കെ കേരളത്തിലെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും കേരളത്തിലിറങ്ങുന്ന മാധ്യമങ്ങളൊക്കെ നിരന്തരം വാർത്ത നൽകുന്നതാണ് എന്നാണ് എൻ്റെ അറിവ്. ഇനി അതിൽ കൂടുതൽ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ തരത്തിലേക്ക് വേണം എന്നുള്ളത് താങ്കളുടെ അഭിപ്രായം. ഞാൻ പറയുന്നത് പക്ഷെ അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം കുറയുന്നില്ല ശ്രീ കേശവൻ. അല്ല, അത് ഇന്റർനാഷണൽ ലെവലിൽ അങ്ങനെ ഇന്റർനാഷണൽ ഒന്നും ഇല്ല ശ്രീ കേശവൻ. അമേരിക്കയിൽ ട്രംപ് ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും അതിന്റെ ആഫ്റ്റർ എഫക്ട് ഈ കേരളത്തിൽ അടക്കം, കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരൻ മനുഷ്യരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരെ എഫക്ട് ആവുന്നുള്ള കാര്യങ്ങളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ മാത്രം അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനെയോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ, അതൊന്നും അല്ലാതെ ഏറ്റവും താഴെത്തട്ടിൽ വരെ വരുന്നുണ്ട്. താങ്കൾ അതൊക്കെ കാണൂ. ശരി, ഓക്കെ. ശ്രീ സുരേഷ് കുമാറാണ്, ശ്രീകാര്യത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാറേ, ഞാൻ വളരെ ദുഃഖിതനാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇന്നലെ ആ ഒരു അറ്റംപ്റ്റിലെ പുള്ളി അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഈ മാനവരാശി രക്ഷപ്പെട്ടു പോയത്. അയ്യോ, നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ സുരേഷ്. അങ്ങനെ അല്ല, താങ്കൾ പറഞ്ഞത് ഒരാൾ മരണപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ശരിയല്ല. ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കാം, നമുക്ക് ആരെ വേണമെങ്കിലും എതിർക്കാം. പക്ഷേ ഒരാൾ മരണപ്പെട്ടു പോകണം എന്ന് പറയുന്നത് മാനുഷികമായി ശരിയല്ല. അല്ല, നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഒരു വലിയ വിപത്തുകളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യമല്ലല്ലോ. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ചെയ്യണം? അയാൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. എന്നാൽ അമേരിക്കയെ നേരിട്ട് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? അവിടെ പോയിട്ട് ഒരു മുട്ടുസൂചി ഇടാൻ പറ്റുമോ? അദ്ദേഹം അയൽ രാജ്യങ്ങളിൽ, അതായത് ഞാൻ ഇവിടെ ശ്രീകാര്യത്തിരിക്കണം, ഞാൻ പാലക്കാടുള്ള ഒരു വീട്ടിൽ പോയി അടിയുണ്ടാക്കുക. എന്റെ വീട് സേഫാണ്. അതിന് പാവപ്പെട്ട കുറെ രാജ്യങ്ങളെ ഇയാള് കൈക്കലെടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയും പലതരത്തിൽ ഓരോ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇന്ത്യയും അദ്ദേഹത്തിന്റെ ബ്ലാക്ക് മെയിലിലുള്ള ഒരു നേതൃത്വമാണ് ഭരിക്കണമെന്നും ഞാൻ അങ്ങ് വിശ്വസിച്ച് പോവുക. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും അവരുടെ നമ്മളൊക്കെ ഒരു ഭരണകൂടം ഉണ്ടെങ്കിലും ആ ഭരണകൂടത്തിനെയും എന്ത് ചെയ്യുന്ന ഹൈജാക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർ പവറായിട്ട് അമേരിക്ക ഉണ്ട് എന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കിപ്പം അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങണമെങ്കിൽ ട്രംപ് പറയണം, അവിടെ നിന്ന് വാങ്ങണമെങ്കിൽ ട്രംപ് പറയണം. ഇത് നമ്മളെ പോലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രാജ്യം, ഇതിനേക്കാളും പാവപ്പെട്ട രാജ്യത്തിനെയൊക്കെ വിരട്ടി ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തിന് വേറെ എന്താ കിട്ടാനുള്ളത്? ഇദ്ദേഹത്തിന് സമ്പത്താണ്. ആ അമേരിക്കയിലെ അവരെ പൗരന്മാർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ലോകത്തുള്ള മാനവരാശിയെ മൊത്തം ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാള് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇവിടെ വിളിച്ച് പറയും. ശരി, പറയാം. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷെ ആരായാലും മരണം അടയണം എന്ന മാനുഷികമായ ഒരു തെറ്റായ വശമുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചു. അല്ല, ഇവര് ഈ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ എത്ര പേരെ? അത് ശരിയാണ്. ഞാൻ അതിലൊന്നും വിയോജിക്കുന്നില്ല. ഈ പാലസ്തീനിന്റെ നേതാവിനെയും ഇറാന്റെ നേതാക്കന്മാരെയും എല്ലാം കൊലയല്ലേ ചെയ്തത്? അവരും മനുഷ്യരല്ലേ? അതിനും അവർ സന്തോഷിക്കുകയല്ലേ? അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് അതിന് ഇഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാര്, മനുഷ്യനെ ഉപദ്രവിക്കുന്ന ആൾക്കാര്, ഒരു ജീവിയാണെങ്കിലും പാമ്പ് പോലെ തന്നെ വലിയ ഉപദ്രവകാരിയാണ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ തോന്നുന്നത്. ഓക്കെ സാർ. ശരി സുരേഷ് കുമാർ, അത് താങ്കൾക്ക് ഓരോരുത്തർക്കും തരത്തിൽ ചിന്തിക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശ്രീ ജയനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജയൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. തൃശ്ശൂർ പൂരം ആളുകളുടെ കുറവൊന്നും ഇല്ലാതെ തന്നെ ആളുകളുടെ ആധിക്യത്തോടു കൂടി തന്നെ എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് അവസാനിച്ചു. വെടിയും ഇടിയും മാത്രം ഉണ്ടായില്ലെന്ന് മാത്രം. അപ്പൊ ഒരു ചർച്ച കൂടി വെക്കണം. ഉണ്ടാക്കി വെച്ച ഈ വെടിക്കോപ്പുകളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച കൂടി വെച്ചാൽ നന്നാകും. ഇനി വിഷയത്തിലേക്ക്, ഈ ട്രംപ് ചെയ്തത് നാടകമാണ് എന്ന് തന്നെ, വിഷയം തന്നെ നാടകമാണ് എന്നുള്ളതാണ്, ആണോ എന്നുള്ളതാണ്. ഇവിടെ പ്രതികരിച്ചിട്ടുള്ള പലരും നാടകമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ ഒരു സ്ഥലത്ത്, ഇത്രയും വലിയ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത്, ഇപ്പൊ പണ്ട് ഇന്നലെ രാജീവ് ഗാന്ധിനെ തോക്കുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അടിച്ചല്ലോ എന്നതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും ദേഷ്യം വന്നിട്ട് ചെയ്തതായിരിക്കും. അപ്പം നുഴഞ്ഞു കയറി ഒന്നും ആകാനായിട്ടുള്ള സാധ്യതയില്ല.
ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പ്രധാനമായി ഉയർന്നത്. ഇത് ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തെ ആളുകൾക്ക് തന്നെ ട്രംപിൻ്റെ നയങ്ങളോട് വിരോധമുള്ള ആളുകൾ അവരുടെ പ്രതിഷേധം എന്ന നിലയിൽ ചെയ്തതാവാം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വച്ചിരിക്കുന്ന അഭിപ്രായം ഈ സുരക്ഷാ മുൻകരുതലുകളൊക്കെ മറികടന്ന് പലപ്പോഴും അത്തരം സുരക്ഷാ വീഴ്ചകളൊക്കെ ഏത് വലിയ സുരക്ഷയ്ക്കും ഉണ്ടാവാറുണ്ട്, അങ്ങനെ ചെയ്താവും എന്ന് പറഞ്ഞൊരു അതല്ല. ഇത് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ നേരിടുന്ന ആഭ്യന്തരമായ കടുത്ത എതിർപ്പുകൾ, അദ്ദേഹത്തിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പുകൾ, അതിനെയൊക്കെ മറികടക്കാനും വിഷയം മാറ്റാനും വേണ്ടി ട്രംപ് തന്നെ ആസൂത്രണം ചെയ്ത ഒരു നാടകമാണ് എന്ന് സംശയിക്കുകയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഇനി ഒരു വേള ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൽ ദുഃഖമില്ല എന്ന് പറഞ്ഞവർ പോലുമുണ്ട്. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മുൻ പ്രവൃത്തികളൊക്കെ ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് അത് അർത്ഥമാക്കുന്നത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.